റഷ്യ ഉക്രൈൻ യുദ്ധം അതൊരു പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടുകൾ ഓരോ നാളും വ്യത്യസ്തമാണ്. പല രീതിയിൽ അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ ഖത്തറിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ദോഹയിൽ കഴിഞ്ഞ ദിവസം ഒരു അഭിപ്രായം പറയുകയുണ്ടായി. അതായത് സെലൻസ്കിയെ തള്ളാൻ, ഉക്രൈനൊപ്പം നിൽക്കാൻ തൻ്റെ അച്ഛൻ താല്പര്യപ്പെടുന്നില്ല എന്നൊരു അഭിപ്രായമാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്? ഇപ്പം സമാധാന കരാറുകളൊന്നും എവിടെയും എത്താത്തൊരു സ്ഥിതിയാണ്. കാരണം പുത്തിന് ഇതിനോടൊന്നും താല്പര്യമില്ല. പല രീതിയിലുള്ള ഉടക്കുകളുമായിട്ട് അദ്ദേഹം രംഗത്ത് വരികയാണ്. അതിനൊപ്പം ട്രംപ് നിലകൊള്ളുകയാണ്. ഇന്നലെ വൈകിട്ടാണ് ഡൊണാൾഡ് ട്രംപ് ജൂനിയർ ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത്. അത് ദോഹ ഫോറം എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതിലെ ഉന്നത ഗൾഫിലെ GCCയിലെയും പാശ്ചാത്യ ലോകത്തെ ഉന്നത നേതാക്കന്മാരും അതുപോലെ പല കമ്പനികളുടെയൊക്കെ ഉന്നത ചെയർമാന്മാരും CEO-മാരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ഫോറമാണത്, ദോഹ ഫോറം. അത് എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന ആ ദോഹ ഫോറത്തിലാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ജൂനിയർ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത്. അത് തൻ്റെ പിതാവിനെ വ്ളാഡിമിർ സെലൻസ്കിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു, എപ്പോൾ വേണമെങ്കിലും അദ്ദേഹം സെലൻസ്കിയിൽ നിന്നും അകന്നു പോകാം എന്നുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത്. ഈ അഭിപ്രായ പ്രകടനം നടത്താൻ അദ്ദേഹം കാരണമായിട്ട് പറയുന്നത് യുക്രൈനിൽ വലിയ അഴിമതി നടക്കുകയാണെന്ന്. അപ്പൊ യുക്രൈനിൽ അഴിമതി നടക്കുന്നതിന് അമേരിക്കയ്ക്ക് എന്താ പ്രശ്നമെന്ന് മറുചോദ്യമുണ്ട്. അമേരിക്കയുടെ ആഭ്യന്തര കാര്യമല്ലല്ലോ അവിടെ. അതിനൊരു ന്യായം ഡൊണാൾഡ് ട്രംപ് ജൂനിയർ പറയുന്നത്, ഈ യുക്രൈന് കോടിക്കണക്കിന് രൂപയുടെ സഹായമാണ് അമേരിക്ക നൽകുന്നത്. അപ്പൊ ഈ അമേരിക്കയുടെ സഹായം അത് രാഷ്ട്രത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാതെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ സെലൻസ്കിയുടെ കുടുംബവും അതുപോലെ സെലൻസ്കിയുടെ ഏറ്റവും അടുപ്പക്കാരും ചേർന്നിട്ട് ഈ പൈസ മുഴുവൻ അടിച്ചു മാറ്റുകയാണ്, ഇതിലെ ഭൂരിഭാഗവും പൈസ അടിച്ചു മാറ്റുകയാണെന്നും ഇതിൽ പങ്കെടുക്കുന്ന സാധാരണ യുക്രൈനിയൻ പട്ടാളക്കാരൻ മരിച്ചു വീഴുമ്പോൾ സെലൻസ്കിയും അവിടുത്തെ ഉന്നത രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ അതിൽ അഴിമതി നടത്തി അവരുടെ ജീവിതം സന്തുഷ്ടമാക്കുകയാണെന്നുമാണ് ഡൊണാൾഡ് ട്രംപ് ജൂനിയർ പറഞ്ഞത്. ഇതാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ കോപാകുലനാക്കുന്നതെന്നും ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. അമേരിക്കയുടെ വലിയ വിലയേറിയ റിസോഴ്സസ് അങ്ങനെ അഴിമതിക്കാരെ കുറച്ച് വ്യക്തികളെ സൂചിപ്പിക്കാനുള്ളതല്ല എന്നുള്ള ഒരു കടുത്ത നിലപാടിലേക്കാണ് അമേരിക്ക നീങ്ങുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി അതിനൊരു മറുവശമുണ്ട്. മറുവശം എന്തെന്നാൽ അമേരിക്ക ഈ കഴിഞ്ഞ ഒരു 2-3 കൊല്ലമായിട്ട് യുക്രൈനെ കൈ അയച്ച് സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെയൊക്കെ പാശ്ചാത്യ മാധ്യമങ്ങൾ ആദ്യം തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് റഷ്യ ഇതോടുകൂടി തകരുമെന്നും ഏകാധിപതിയായ പുടിൻ അതോടുകൂടി തകർന്ന് താഴെ വീഴുമെന്നും റഷ്യയുടെ പല ഭാഗങ്ങളും യുക്രൈൻ പിടിച്ചെടുക്കുമെന്നും ഒക്കെയാണ്. പക്ഷെ സംഭവിച്ചത് അങ്ങനൊന്നും അല്ല. ഈ ദാവീദും ഗോലിയാത്തും തമ്മിൽ ഗൊലായത്ത് എന്നാണ് ഇംഗ്ലീഷിൽ അതിൻ്റെ ഒരു ഉച്ചാരണം, മലയാളത്തിൽ ഗോലിയാത്ത് എന്നാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്. അപ്പം ഈ സംഘർഷത്തിൽ ഗോലിയാത്തിനെ ദാവീദ് വീഴ്ത്തിയതുപോലെ ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. മഹാശക്തിയായ റഷ്യ ഈ സംഘർഷത്തിൽ യുക്രൈന് മേൽ ആത്യന്തിക വിജയം റഷ്യക്ക് തന്നെ ആയിരിക്കുമെന്നുള്ള ഒരു സൂചന ഇപ്പോൾ വന്നിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഈസ്റ്റേൺ ഡോൺബാസ് എന്ന് പറയുന്ന ഒരു പ്രദേശം പിടിച്ചെടുക്കുന്നതിലേക്കാണ് റഷ്യ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും റഷ്യ ഈ യുദ്ധം നിർത്തും. കാരണം റഷ്യയുടെ ആവശ്യം അതാണ്. അവരിപ്പോൾ തന്നെ യുക്രൈൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ ഏതാണ്ട് 25% റഷ്യയുടെ പിടിയിലായി കഴിഞ്ഞിരിക്കുന്നു. ഇനി സ്വാഭാവികമായിട്ടും റഷ്യയെ സംബന്ധിച്ച് ഈ പ്രദേശം ഡോൺബാസ് റീജിയൻ പൂർണ്ണമായിട്ടും അവരുടെ കസ്റ്റഡിയിലായി കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ടും പിൻവലിക്കും. അപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് ഡൊണാൾഡ് ട്രംപ് നോക്കുമ്പോൾ ഇനിയിപ്പം യുദ്ധം തീരാൻ അധികം താമസമില്ല. ഇനിയിപ്പോൾ റഷ്യയായിട്ടൊരു സൗഹൃദം ഉണ്ടാക്കണം. അങ്ങനെ റഷ്യയായിട്ട് സൗഹൃദം ഉണ്ടാക്കണമെങ്കിൽ തൽക്കാലം സെലൻസ്കിയെ തള്ളി പറഞ്ഞേ പറ്റും. അതിനൊരു ന്യായം കണ്ടെത്തുന്നതായിരിക്കാം ഡൊണാൾഡ് ട്രംപ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനിടയ്ക്ക് രസകരമായിട്ടുള്ള ഒരു അഭിപ്രായവും ഡൊണാൾഡ് ട്രംപ് ജൂനിയർ അല്ല. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, ഈ സെലൻസ്കിയുടെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള ആൻഡ്രേ യെർമാക്ക് എന്ന് പറയുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ ഈ അടുത്ത കാലത്ത് അവിടെ അറസ്റ്റ് ചെയ്തിരുന്നു.
ഇപ്പൊ ഈ ആന്ധ്രയെ അറസ്റ്റ് ചെയ്തത് അഴിമതി കേസിലാണ്. അതുമാത്രമല്ല, എതിരെയും നിരവധി അഴിമതി ആരോപണങ്ങളുണ്ട്. ആ, മറ്റൊരു കാര്യം, ഈ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ പരസ്യമായിട്ട് പറഞ്ഞത്, ഈ സെലൻസ്കി ഇപ്പോൾ ഏതാണ്ട് ഒരു പകുതി ദൈവത്തിന്റെ സ്റ്റാറ്റസ് ആണ് യൂറോപ്പിൽ ഇയാൾക്കുള്ളത്. ഇയാൾക്ക് തെറ്റ് ചെയ്യാൻ പറ്റില്ല, ഇയാൾ എന്ത് ചെയ്താലും ശരിയാണ്, ഇയാൾ എന്ത് ചെയ്താലും അതിനെ അനുകൂലിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നവർ യൂറോപ്പിൽ ധാരാളം ആയിക്കഴിഞ്ഞു. അതിനാൽ ഈ വ്യക്തി ഒരു കാരണവശാലും അങ്ങനെയുള്ള ഒരു വ്യക്തി അല്ലെന്നും, അയാളെ അങ്ങനെയുള്ള ഒരു ധാരണയുടെ പുറത്ത് അമേരിക്കയ്ക്ക് അയാൾ ഒരു ദൈവസമാന തുല്യനായ വ്യക്തിയാണെന്നും അയാളെ പറ്റി ഒന്നും പറയാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയിലൂടെ മുന്നോട്ട് പോകാനൊന്നും ഇവിടെ അമേരിക്കയ്ക്ക് കഴിയില്ല എന്നും ഡൊണാൾഡ് ട്രംപ് ജൂനിയർ വ്യക്തമാണ്. അപ്പോൾ എൻ്റെ വിലയിരുത്തൽ, അധികം വൈകാതെ അമേരിക്ക യുക്രൈന് നൽകുന്ന ധനസഹായം പിൻവലിക്കാനാണ് സാധ്യത. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അനന്തമായിട്ട് നീളുന്ന ഒരു യുദ്ധത്തിലൊന്നും അമേരിക്കയ്ക്ക് താല്പര്യമില്ല. അമേരിക്ക പല രീതിയിൽ റഷ്യയെ ഈ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനും റഷ്യക്കെതിരെ ഉപരോധവും എണ്ണ ഉപരോധവും ഒക്കെ കൊണ്ടുവന്ന് നോക്കി. പക്ഷേ അതുകൊണ്ടൊന്നും റഷ്യ വീഴുന്നില്ല. പുടിൻ അതുകൊണ്ടൊന്നും അശക്തനാകുന്നില്ല. റഷ്യയിൽ പുടിനെതിരെ കലാപം ഉണ്ടാകുന്നില്ല. സ്വാഭാവികമായിട്ടും ഡൊണാൾഡ് ട്രംപ് ഈ ഒരു എന്താണ് അർത്ഥമില്ലാത്ത ഈ ഒരു യുദ്ധം അധികം നീട്ടിക്കൊണ്ടുപോകുന്ന അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നുള്ള ഒരു തിരിച്ചറിവും ഡൊണാൾഡ് ട്രംപിനുണ്ട്. പിന്നെ മറ്റൊരു വിഷയം, യൂറോപ്പും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് വളരെ കാലമായിട്ട് അമേരിക്ക പരാതി പറയുന്നത്, ഈ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ വേണ്ടത്ര സഹായം യൂറോപ്പ് യുക്രൈന് നൽകുന്നില്ല. ഇവിടെ അമേരിക്കയ്ക്കല്ല ഇതിൻ്റെ ഉത്തരവാദിത്വം. ഇങ്ങനെ ഒരു യുദ്ധം നടന്നത് യൂറോപ്പിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ യൂറോപ്പ് ഏറ്റെടുക്കേണ്ടതാണ്. അങ്ങനെ യൂറോപ്പ് ഏറ്റെടുക്കാൻ തയ്യാറല്ലെങ്കിൽ ഈ യുദ്ധം അമേരിക്കയ്ക്ക് താല്പര്യമില്ല. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തവും കൃത്യവുമായിട്ട് വന്നു. നമ്മൾ ഓർക്കേണ്ടത്, ഈ സെലൻസ്കി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറ്റതിന് ശേഷം ആദ്യമായിട്ട് വൈറ്റ് ഹൗസിൽ ചെന്നപ്പോൾ അയാളെ അപമാനിച്ച് വിട്ട ആളാണ് ഡൊണാൾഡ് ട്രംപ്. അതേസമയം പുടിന് ഈ അടുത്ത കാലത്ത് അലാസ്കയിൽ എത്തിയപ്പോൾ ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരിക്കുകയും അമേരിക്കൻ പ്രസിഡന്റിന്റെ കാറിൽ അയാളെ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. അപ്പം ഡൊണാൾഡ് ട്രംപിന്റെ ഒരു മാനസികാവസ്ഥ, അയാൾ ശക്തനോടൊപ്പം നിൽക്കുകയും ദുർബലനെ ചവിട്ടി അരയ്ക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതങ്ങനെയാണ്. അമേരിക്കയിൽ വളരെ പ്രശസ്തമായ ഒരു ചൊല്ലുണ്ട്, ഇഫ് യു കനോട്ട് ബീറ്റ് ദം ജോയിൻ ദം. അത് നിനക്ക് നിന്റെ എതിരാളിയെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല, അവനോടൊപ്പം അങ്ങ് ചേരുക, അവനെ നിന്റെ കൂട്ടുകാരനാക്കുക. അതാണ് പ്രായോഗികത. ഈ ഒരു പ്രായോഗികതയിലേക്കാണ് അമേരിക്ക നടന്നു നീങ്ങുന്നത്. അതായത് ലോകത്തിനെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഈ യുദ്ധം ഇത്രയും കാലം ഉണ്ടാക്കി, റഷ്യക്കെതിരെ ഉപരോധം, എണ്ണ ഉപരോധം, മറ്റേ ഉപരോധം, ഇതെല്ലാം കൊണ്ടുവന്ന് ലോകത്തിന് മേൽ മുഴുവൻ ടാക്സ് ചുമത്തി എല്ലാം ചെയ്തിട്ട് അവസാനം കരിമ്പിൻ ചണ്ടി പോലെ വ്ളാഡിമിർ സെലൻസ്കിയെ വലിച്ച് പുറത്തോട്ട് ഇട്ടിട്ട് ഡൊണാൾഡ് ട്രംപ് അയാളുടെ വഴിക്ക് പോകും. അപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും, ഒരുപക്ഷെ നമ്മുടെ സമയം തീരാറായിട്ടുണ്ടാവും. അതായത് ട്രംപ് ജൂനിയർ പറയുന്നത്, എൻ്റെ അച്ഛൻ അൺപ്രഡിക്റ്റബിളാണ്, പ്രവചനാതീതമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളെ മുൻകൂട്ടി കണ്ട് അദ്ദേഹത്തിനെ തടയാൻ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളെ അട്ടിമറിക്കാൻ, അമേരിക്കയുടെ ലക്ഷ്യങ്ങളെ അട്ടിമറിക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇയാൾ കാണിക്കുന്ന ഈ വികട സ്വഭാവം, ഡൊണാൾഡ് ട്രംപ് കാണിക്കുന്ന ഈ അഭിപ്രായമില്ലായ്മ, ഇതൊക്കെ തന്നെ വളരെ ആലോചിച്ച് കൃത്യമായിട്ട് രൂപപ്പെടുത്തിയ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ്. ഈ തന്ത്രം ആണ് ഇയാൾ പലയിടത്തും പ്രയോഗിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ യുക്രൈൻ്റെ കാര്യം വളരെ കഷ്ടത്തിലാകുമെന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് ജൂനിയർ നൽകുന്ന സൂചന. പിന്നെ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് ഇതിനകത്തിൽ ഒന്ന് ആശ്വസിക്കാം. കാരണം ഇപ്പോൾ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നു, ഇതാണ് റഷ്യയെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന, യുദ്ധം തുടരാൻ സാഹചര്യം ഒരുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഡൊണാൾഡ് ട്രംപ് നമുക്കെതിരെ ഉപരോധങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് മേൽ ചുമത്തിയ
ഈ പറയുന്ന 50%-ലധികം താരിഫും പ്യൂണിറ്റീവ് താരിഫ് എന്ന് പറയുന്ന അത് അതിൽ 25% പ്യൂണിറ്റീവ് താരിഫ് എന്ന് പറയുന്ന റഷ്യൻ ഓയിൽ വാങ്ങിക്കുന്നതിനെതിരെയാണ്. അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ തന്നെ ഇനി പ്രസക്തി ഇല്ലാതാകും. സ്വാഭാവികമായിട്ടും ആ നികുതി നീക്കം ചെയ്യാനും അമേരിക്ക നിർബന്ധിതമാകും. അപ്പം വരും ദിവസങ്ങളിൽ ലോകരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് യുക്രൈന് പിന്തുണ നൽകാത്ത കാരണം യുദ്ധം നിന്നാലും മറ്റെന്തെങ്കിലും സമാധാന ഉടമ്പടി കാരണം യുദ്ധം നിർന്നാലും രണ്ടായാലും യുദ്ധം നിൽക്കുന്നത് യുദ്ധം അവസാനിക്കുന്നത് ലോകത്തിനെ സംബന്ധിച്ചും ഒരു ഗുണകരമായ ഒരു സംഭവമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ യുദ്ധം ഇനി അധിക നാൾ മുന്നോട്ട് പോകാനിടയില്ല എന്നുള്ള ഒരു സൂചന തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ജൂനിയർ ഇന്നലെ ദോഹയിൽ നൽകിയത്. വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ആയിട്ട് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലെത്താം.